അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സൗണ്ടൊക്കെ റെഡി ആയി വന്നിട്ട് കേട്ടോ. ഒരു ദിവസം ഒന്ന് തണുത്തതൊന്നും കഴിക്കാതെ നിൽക്കുമ്പോൾ തന്നെ സൗണ്ടൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം തന്നെയാണ്, തണുത്തത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിക്കാതെ നിൽക്കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നോർമൽ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്താണ് നോമ്പ് തുറക്കാനുള്ളത്, അതൊക്കെയുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 2-3 ദിവസം അടുപ്പിച്ചുള്ള നോമ്പുതര കാര്യങ്ങളും ഫങ്ഷനും പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ കുറച്ചൊരു ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഒന്ന് നെട്ടിപ്പോയിട്ടു. അപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചിട്ട് നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. നമ്മൾ പുലർച്ചെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. ഇനി നോമ്പ് തുറക്കുമ്പോഴും ഞാൻ സ്നാക്സ് ഒഴിവാക്കാണ്ട്, ജ്യൂസ് പിന്നെ നമ്മൾ ആദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയാൻ നോമ്പ് തുറക്ക് മാത്രമാണ് ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇപ്പോൾ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ ഒഴിവാക്കി സ്നാക്സും ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ കുറഞ്ഞിട്ട് ആ വെയിറ്റ്, നമ്മളിപ്പോൾ കൂടിയ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതേ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് നോർമൽ ഒരു ഡേ ആണ്. ഇന്നിപ്പോൾ എന്താ പറയുക, ഇന്നലെ ഞാനൊക്കെ നല്ല നല്ല ഫുഡും ബിരിയാണിയും സംഭവങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് മക്കൾക്കും വലിയ ഫുഡൊന്നും വലിയ എന്താ ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഫുഡ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പത്തിരി തന്നെയാണ്, നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അല്ല ഹെവി ആയിട്ട് ഒന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ വിചാരിക്കുന്നില്ല. സിമ്പിളായിട്ടൊരു ദിവസമാണ് അത്. കാരണം 2-3 ദിവസം നമ്മൾ കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ ഒന്ന് വേറെ റെസ്റ്റ് വേണ്ടേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ മുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ തൊണ്ടൊക്കെ ഒരു സുഖമില്ലാത്തതുകൊണ്ടൊക്കെ ഞാനങ്ങനെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വെച്ച് ഇപ്പോൾ ഇതാ ഞാനൊരു സമയം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കിടക്കാം അല്ലേ. രാവിലത്തെ ക്ലീനിങ് പരിപാടികൾ തന്നെ തുടക്കുക, തിരുമ്പ, അലക്കുക, ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളിലും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു 3-3:30 ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നൈസ് പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനിപ്പോൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വയറിനൊക്കെ ഒന്ന് വിശ്രമം കൊടുക്കുക മക്കൾക്കും എല്ലാവർക്കും. ഈ ബിരിയാണി ഇങ്ങനെയുള്ള എണ്ണക്കടികൾ പലഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ എന്താ നോമ്പാണെന്ന് കരുതി ഇങ്ങനെ കഴിക്കാൻ പാടുണ്ടോ. അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി എന്തായാലും ഞാനിവിടെ ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തീർന്നപ്പോഴാണ് ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു മടി ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് അതുപോലെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഒരു നാടൻ ചിക്കൻ കറി, അല്ലാതെ ഒന്നും നമ്മൾ സ്നാക്സോ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെയാണ് പ്ലാന്. അപ്പം എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒരു ഐറ്റംസും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പത്തിരി ആയതുകൊണ്ട് തന്നെ നീനൂട്ടി വന്നിട്ട് പത്തിരി ആണോ എന്ന്, പത്തിരി വേണ്ടെന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഞാൻ ലേശം ഗീ റൈസ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിനും ഇന്നിപ്പോൾ ഇന്നും ഗീ റൈസ് കഴിക്കണ്ടല്ലോ ഇങ്ങനെ മൊത്തത്തിൽ. അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, നല്ല ഗ്യാസിൻ്റെ പ്രശ്നവും എല്ലാ പ്രശ്നങ്ങളും. ഇപ്പോൾ നോമ്പൊരു ഫസ്റ്റിൽ തുടങ്ങുന്ന അവസ്ഥ അല്ല, ഇപ്പോൾ ഒരു 10 കഴിയുമ്പോഴേക്കും നമ്മുടെ മൊത്തത്തിലൊരു എല്ലാത്തിനും ബാധിക്കും. ക്ഷീണം തുടങ്ങി നമുക്ക്, അല്ലെങ്കിൽ തന്നെ ഭയങ്കര ചൂട്. ഇപ്പോൾ ഇന്നൊരു മഴ പെയ്തു കേട്ടോ. ഇന്നിവിടെ കുറച്ചൊന്ന് മഴ ഒന്ന് പാറ്റിപ്പോയി എന്ന് പറയാം, അല്ലാതെ പെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു ക്ഷീണത്തിനാക്കുന്നുണ്ട്. എന്നാലും എന്താ പറയുക, ഭയങ്കര ചൂടും അതിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും വേണമല്ലോ. ചൂടാണെന്ന് കരുതി ഫുൾ ടൈം അടച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. മൂപ്പര് പണി ഇങ്ങനെ സ്കൂൾ ബസ് ഈ ഒരു മാർച്ചിലായതുകൊണ്ട് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്കൂളുണ്ട്, സ്കൂൾ ബസ്സിലാണ് മൂപ്പര് പോകുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഹസ്ബൻഡിന് എന്താ ജോലിയെന്ന്. മൂപ്പര് 10-15 വർഷം ഗൾഫിലായിരുന്നു കേട്ടോ. ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി. എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഒന്ന് വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ മൂപ്പര് ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു ബിൽഡിങ് അങ്ങ് ടൗണിലൊരു ബിൽഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ വാടക കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചിലവൊക്കെ കഴിഞ്ഞ് പോണത്. പിന്നെ എന്താ പറയുക, വീട്ടിലിരുന്ന് നമ്മൾ എന്താ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതി ചെറിയൊരു പണി. ഇതാവുമ്പോൾ സ്കൂൾ ബസ്സിലാകുമ്പോൾ നമുക്ക് രാവിലെ പോയി 1 മണിക്കൂർ ഒരു പണി ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ ഉണ്ടാവും. ആ ഒരു പണികൾ ഉണ്ടാവുള്ളൂ. എന്നാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യാം. നമുക്ക് സ്കൂൾ ബസ്സിൽ പോയി വന്നതിന് ശേഷമാണ് ഇതുപോലെ സ്കൂളിൽ ഉണ്ടാക്കലും പിന്നെ ഓളെ കൊണ്ടാക്കി വരുമ്പോഴാണ് വീട്ടിലേക്കുള്ള എന്താ സാധനങ്ങൾ വേണ്ടത് അതൊക്കെ കൊണ്ടുവരലും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫുഡൊക്കെ ചെയ്തിരുന്ന് ഒരു 3-3:30 വീണ്ടും പോകും. അങ്ങനെയൊക്കെയാണ് സാധാ ഒരു മൂപ്പരുടെ ടൈം ടേബിൾ. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് എന്താ പറയുക, എക്സാമും കൂടി ആയതുകൊണ്ട് രാവിലെ നേരത്തെ 7-7:30 പോകും വേണം. പിന്നെ ഉച്ചക്കും വേഗം ഒരു 1 മണിയാകുമ്പോൾ തന്നെ
പരിപാടി 2-2:30 ആകുമ്പോൾ പരിപാടി കഴിയും കേട്ടോ. കാരണം എക്സാം ആണല്ലോ, കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ ഒരു ടൈം ടേബിൾ. എന്നാലും മൂപ്പർക്ക് നല്ല ക്ഷീണം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കാരണം ഈ വെയിലത്താണ് രാവിലത്തെ ജോലി വലിയ കുഴപ്പമില്ല, ഒരു 7 മണിക്കായതുകൊണ്ട്. പക്ഷേ 1 മണിക്ക് ഉച്ചക്കത്തെ 1 മണിക്കുള്ള സ്കൂൾ ബസ്സിൽ ആ ഓട്ടം ആലോചിച്ചാൽ മതിയല്ലോ, ഭയങ്കര ചൂടാണ്. ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മൂപ്പര് നല്ല ടയർഡാണ് കേട്ടോ, ക്ഷീണം നല്ലോണം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, നിസ്കാരം കഴിഞ്ഞ് തറാവീക്കൊക്കെ പോയി വരുമ്പോഴേക്കും പിന്നെ ഭയങ്കര ഇതാണ്. അത് ഇന്ന് പോകണ്ടെന്ന് വെക്കില്ല കേട്ടോ, കാരണം ഈ ഒരു മാസമല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള അതിൽ ഞാൻ പറയും ഒരു ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പോകാമെന്നൊക്കെ ഞാൻ പറയും കേട്ടോ, അങ്ങനെ ക്ഷീണം കാണുമ്പോൾ. പക്ഷേ മൂപ്പര് പോകും കേട്ടോ, കാരണം എന്താ പറയുക, അത് ഈ ഒരു മാസമല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു രീതിയിലായതുകൊണ്ട് അങ്ങനെ പോകും. എന്നാലും സൽക്കാരം ആയതുകൊണ്ട് 1-2 തറാവി പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ കാര്യങ്ങൾ. അതായത് എല്ലാവർക്കും മൊത്തത്തിൽ ക്ഷീണം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ നമ്മുടെ പുലർച്ചെ എണീറ്റിട്ട് കിടക്കണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറച്ച് നേരം ഒന്ന് കിടക്കുക, ഒരു 5 മിനിറ്റ് കിടക്കുക, ഒരു 10 മിനിറ്റ് കിടക്കാമെന്ന് പറഞ്ഞ് കിടന്ന് അവസാനം 7 മണിയൊക്കെ ആവും. പിന്നെ ഇതുപോലെ പറഞ്ഞേക്കട്ടെ എന്ന് കരുതുക, കഴിയുമ്പോഴേക്കും ചൂടാവും. അതുകൊണ്ട് പിന്നെ മോൾക്ക് പോകില്ല. അങ്ങനെ സ്റ്റിച്ചിങ്ങും നീണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ നമ്മുടെ കൈ വിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു ടൈം ടേബിളിലേക്ക് തന്നെ എത്തണമെന്നുണ്ട്. കാരണം വീഡിയോ ഒന്നും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടണില്ല. അത് ഇപ്പോൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യം. ഇന്നിപ്പോൾ 2 മണിക്കൊരു വീഡിയോ വരും കേട്ടോ. ഇന്ന് മോളുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെറുതൊരു കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് സിമ്പിളായിട്ടുള്ള ടോപ്പും തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അത് ഇട്ടിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിന് ലിങ്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. പറയുകയാണെങ്കിൽ ഞാനത് ലിങ്ക് ഒന്ന് ഇതിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ ഒരു കറക്റ്റ് ടൈം ടേബിളിലേക്ക് എത്തി വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ നല്ല റെസ്റ്റ് എടുത്ത്, ഒന്നാമത് എന്താ വെച്ചാൽ ഈ മോളും ഐറൂസൊക്കെ ഉണ്ടായിട്ട് പോയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഇപ്രാവശ്യം വന്നിട്ട് തീരെ നിന്നിട്ടില്ല. 2 ദിവസം 2 ദിവസം നമുക്ക് സൽക്കാരങ്ങളോട് സൽക്കാരമായിരുന്നു. അപ്പോൾ ഐറൂസിനെ നോക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷേ എനിക്കറിയാം, ഞാൻ ഓമ ഉണർന്നിരിക്കുന്ന ടൈമിൽ ഞാൻ കാണുകയാണെങ്കിൽ എപ്പോഴും ഞാൻ എടുത്ത് നടക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ മോളൂന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, വെച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ വേണമെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അവൻ പോയൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇതുമ്മ പറയുന്നുണ്ട്, നീനുട്ടി അതിലേറെ പറയുന്നുണ്ട്. നീനുട്ടി പറയുന്നുണ്ട് ഇപ്രാവശ്യം ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാവരുമായിട്ടും നല്ല സെറ്റായിരുന്നു കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും മിസ്സിങ്ങും ഉണ്ട്. ഓരോ മാസം കഴിയുന്തോറും കൂടുതൽ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ അവരെ ഇപ്പോൾ നമ്മളായിട്ട് ഏറ്റവും അടുത്തടുത്ത് വരുന്നൊരു സമയമാണല്ലോ, കൂടുതൽ കളിക്കലും ചിരിയും കളി ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര എല്ലാവരോടും നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയപ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ഒരു കാറ്റും മഴ കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ചെറുതായിട്ട് മഴ പാറ്റുന്നുണ്ട്. ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം നല്ലോണം മഴ പെയ്താലേ വരുള്ളൂ. ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ചാറ്റൽ മഴയാകുമ്പോൾ ഒന്നും വരില്ല കേട്ടോ. അങ്ങനെ നല്ല മഴ ആകുമ്പോൾ ഒന്ന് കുറച്ച് മുറ്റത്തൂടെ ഒലിച്ച് വരും. അപ്പോൾ ഇതുമ്പോൾ എന്താ വെച്ചാൽ കാറ്റും ചെറിയൊരു പാറ്റൽ മഴയൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ മുറ്റത്ത് കളിച്ച് നടക്കട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന്. അപ്പോഴേക്കും ഒരു കാറ്റടിച്ചാൽ പോകുന്ന സംഭവമാണല്ലോ നമ്മുടെ കറണ്ട്, അതവിടെ പോയിട്ടുണ്ട്. അതൊരു വീഡിയോ നമ്മുടെ ക്ലിയറും ക്ലാരിറ്റി ഒന്നുമില്ല, ഇടയ്ക്ക് വരും കറണ്ട്. പിന്നെ മഴ പെയ്താൽ പിന്നെ നമ്മുടെ അവസ്ഥ ഇതാണല്ലോ അല്ലേ. അപ്പം ഞാനപ്പോൾ പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ മഴയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു 2.5 കപ്പ് പൊടിയാണ് വാട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഞാൻ 2.5 കപ്പ് എടുക്കുമ്പോൾ ഒരു 3.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് വെള്ളം വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പ് എടുത്തിട്ട് തിളച്ച് വരുമ്പോൾ വാട്ടിയെടുത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ചൂടോടുകൂടി കുഴച്ചെടുക്കുകയാണ് പത്തിരിയുടെ ഒരു സംഭവം. ചപ്പാത്തി മൈദപ്പൊടിയുള്ള മധുരമല്ല, പൊടി നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. കൈ പുള്ളി കുഴക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഞാൻ അത് കുഴച്ചെടുക്കുന്നത്. അപ്പം നല്ല കയ്യങ്ങ് പൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തി വെച്ച്, കാരണം നല്ല പൊള്ളുന്നുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് കുഴഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ ഓണാക്കിയത്. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം
നല്ല ഒരു 10-20 മിനിറ്റോളം ഞാൻ നന്നായിട്ട് കുഴക്കൂട്ടോ. കാരണം ഈ ഒരു കുഴയാണ് നമ്മുടെ പത്തിരിയുടെ എല്ലാ സോഫ്റ്റും. ഇതിൽ നമ്മൾ മടി കാണിച്ചാൽ നമ്മുടെ പത്തിരി പിന്നെ കുതാ ഹവയാണ് കേട്ടോ. കാരണം കട്ടി എന്നല്ല, നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ യാതൊരു എക്സ്ക്യൂസും കൊടുക്കാറില്ല. നന്നായിട്ട് കുഴച്ച് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയതാണ്. പിന്നെ വീണ്ടും കുഴച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കും. അങ്ങനെ എടുത്തിട്ട് ചെറിയ നമുക്ക് എത്രയാണോ പത്തിരിൻ്റെതിൽ ആ രീതിയിൽ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും വേണം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പത്തിരി ഉരുളാക്കിയോ എന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം അറിയാമല്ലോ, അവൾ പത്തിരി ആണെങ്കിൽ പിന്നെ അവളാണല്ലോ പിന്നെ പ്രസ്സിൽ അമർത്തി കഴിഞ്ഞാലും നമുക്ക് പരത്തണം. എനിക്ക് പരത്താതെ ചൂടുക എന്ന് പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ പറയുക, ഒരു അത്രയും നൈസായിട്ട് നമ്മൾ ഒന്നാമേ നോമ്പ് തുറക്കണ നേരത്ത് നൈസായിട്ടാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പ്രസ് അമർത്തിയാലും പരത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇതും നല്ല സ്ലോ മോഷനിൽ അമർത്തി എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് വേറെ പണികളൊന്നും ഇല്ലല്ലോ, നമ്മൾ സ്നാക്സോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ വെറുതെ അവിടെ ചുമ്മാ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അമർത്തിക്കൊള്ളാം, അതാകുമ്പോൾ മെമ്മ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ പിന്നെ സമ്മതിക്കണില്ല കേട്ടോ. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടിക്കുട്ടലാണ് ഈ കാണുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു കേട്ടോ. അവളാണ്ട് അവളുടെ പരിപാടിയാണ് തീർക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുന്നില്ല. അപ്പോൾ തന്നെ കഴിക്കാൻ നേരത്തെ കട്ട് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ വെള്ളം ഒലിച്ച് വത്തക്കയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒലിക്കുമല്ലോ, ഫ്രിഡ്ജിലാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാനിരിക്കുന്ന നേരം കട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇതും ഇവിടെ സ്ലോ മോഷനിൽ ഓരോന്ന് പരത്തിയെടുത്ത് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പുറത്ത് മഴ ഇങ്ങനെ പെയ്യണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഉറ്റി ആ ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ഉറ്റുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഉറ്റുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആകുന്നുണ്ട്. ഏതായാലും ഇന്ന് പെയ്ത് കിട്ടിയാൽ നമുക്ക് ഒരു സമാധാനമായിരുന്നു അല്ലേ. അങ്ങനെ അവൾ അമർത്തി വെച്ച് പോയി. ഞാൻ വേഗം പരത്താനേ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേഗം നമ്മുടെ പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരത്തി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം ചുട്ടെടുത്തു ചെയ്തു. സമയം അങ്ങനെ എന്താ പറയുക ഓടി പോകുന്നുണ്ട് കേട്ടോ. സമയത്തിന് പിന്നാലെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല, എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പത്തിരി പരത്തി ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മതിയല്ല. അപ്പോൾ ഗീ റൈസ് ഞാൻ അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് ഗീ റൈസ്, അതായത് 2 ഗ്ലാസ് എടുത്തിട്ടേ ഉള്ളൂ ഈ നീനുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പത്തിരി കുറച്ച് ചുട്ടാൽ മതിയല്ലോ. കാരണം ചുട്ട് വെച്ചാണ് വെറുതെ കിടത്തുണ്ടല്ലോ, ചൂടാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം കുറച്ചെടുത്ത് ചുട്ടിട്ട് ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒരു കവർ വെക്കും കേട്ടോ. ജസ്റ്റ് ചെറിയൊരു കവർ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ എപ്പോൾ നമുക്ക് ചുടണം തോന്നുകയാണെങ്കിൽ അപ്പോഴത്തേൽ അപ്പം ഇങ്ങോട്ട് പരത്തി ചുട്ട പോലെയുള്ള അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പത്തിരി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മളെ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാറ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. നമുക്കറിയാലോ പത്തിരിയാണോ അതോ മക്കൾക്കൊക്കെ എന്താണ് ഇഷ്ടം, നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ബ്രെഡ് നമ്മൾ പൊരിച്ച് ചെറുതായിട്ടൊരു ബ്രെഡ് പൊരി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് ഒന്നും സ്നാക്സ് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ മക്കളൊക്കെ നോമ്പ് നോക്കുമ്പോൾ ഇതും ഒക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ ഇന്ന് നോമ്പ് വെച്ച് സ്കൂളിലൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ചെറുതായിട്ട് ക്ഷീണമുണ്ട്. കാരണം ചൂടല്ലേ. വീട്ടിൽ നിന്ന് നോമ്പ് വെക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമല്ല. അപ്പം സ്കൂളിലൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഒക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഒരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പം നീനുട്ടിയും വന്നിട്ട് ഇന്നൊന്നും ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയണല്ലോ, നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കരുതി പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ ബ്രെഡ് പൊരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇച്ചിരി പാല് വാർന്ന് പഞ്ചസാര ഇട്ടിട്ടോ. ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി ഇടുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ആ പത്തിരി ചുട്ട ആ ഒരു ചട്ടി ഉണ്ടല്ലോ നമ്മൾ അടുപ്പത്ത്, അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്യാസ്. അതവിടെ ചെറിയ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നാൽ അതിൽ തന്നെ അങ്ങോട്ട് നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ. അതാവുമ്പോൾ
ഒരു 4-5 ഒരുമിച്ച് വെക്കാമല്ലോ. നമ്മൾ അധികം ഒന്നും ഒരുപാട് ചുട്ടെടുക്കുന്നില്ല കേട്ടോ, കുറച്ചുള്ളൂ. ഒരു 3 മുട്ട വെച്ചിട്ടുള്ള ഒരു കലാപരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോന്നല്ല, നമ്മൾ എണ്ണ അങ്ങനെ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ബ്രെഡ് മാത്രമേ നമ്മൾ പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ട്രിപ്പ്, അതായത് ഇതിലാവുമ്പോൾ നമുക്കൊരു 4-5 വെക്കാം ഈ ഒരു ചട്ടിയിലാവുമ്പോൾ. അപ്പോൾ അതിൽ ഒരു 2 ട്രിപ്പ് ഏറി വന്ന ഒരു 8 അത്രയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് നെയ്യ് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്രെഡ് ഓരോന്നോരായി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 4 നമുക്ക് ശരിക്കും വെച്ചാൽ ഒരു 5-6 വെക്കാം. പക്ഷേ 4 ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ വെക്കാണ്. അതുകൊണ്ട് എന്താ അറിയില്ല, കറക്റ്റ് വെക്കാൻ ഇതില്ല. ഏതായാലും 2 വട്ടമായിട്ട് ഞാനൊരു 8-9 അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ കഴിക്കില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എനിക്ക് ഞാൻ വീണ്ടും പറയണേ, എനിക്ക് നല്ല നമ്മൾ വെയിറ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണാത്ത പോലെ നിൽക്കല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വട്ടം വെയിറ്റ് മെഷീൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആ വെയിറ്റ് കണ്ടപ്പോൾ ഉള്ള എന്താ ഒരു ടെൻഷനും സങ്കടമൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടേ ഇല്ല കേട്ടോ. ഇനി ഒരു 4-5 ദിവസം കഴിയട്ടെ നോക്കിയിട്ട് നമ്മൾ ആ പഴയ വെയിറ്റ് ആയിട്ട് ഞാനിത് ആവുകയാണെങ്കിലേ ഞാൻ കാണിക്കുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള. കാരണം പക്ഷേ നീനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അമ്മച്ചി എന്ന് നോക്കണം, നോക്കിയാലേ നമുക്ക് വെയിറ്റ് കൂടുതൽ കാണുമ്പോൾ നമ്മൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ എന്ന് നോക്കി നോക്ക് എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് നോക്കാനുള്ള ഒരു മനക്കെട്ട് എനിക്കില്ല, ധൈര്യം എനിക്കില്ല. കാരണം ഞാനത് കുറക്കാൻ വേണ്ടി പെട്ട പാട് എത്രയാണെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷേ 2 ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് തെറ്റുമ്പോഴേക്കും വീണ്ടും വെയിറ്റ് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടുപ്പാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാനൊരു 2-3 ദിവസം കൂടി ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കി നോക്കട്ടെ. എന്നിട്ടും വെയിറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങൾ കാണാനായിട്ട് നമ്മുടെ കൂടിയവരുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഫാമിലിയിലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അവരോട് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ ജോലി ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചപ്പോൾ ഞാനങ്ങനെ കാണുന്ന ജ്യൂസോ വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ കുടിച്ചും ചെയ്തു. അങ്ങനെയൊക്കെ വന്ന ഫാൾട്ടുകളാണ് ഇതൊക്കെ. പക്ഷേ നമ്മളവിടെ സ്റ്റെക്കാക്കി വെക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു നോമ്പ് കഴിയുമ്പോഴേക്കും എനിക്കൊരു 95 എന്നുള്ള ആ ഒരു ലെവലാക്കാനാണ് കേട്ടോ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല, ഞാൻ എപ്പോഴും ഓരോ ആഗ്രഹം പറയാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു 95 എന്നാണ്. നടക്കില്ലെന്ന് നമുക്ക് നോക്കാം, അതേ പിന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 95 ആയില്ലെങ്കിലും എനിക്കറിയില്ല, ഞാൻ എത്ര വരെ 97 വരെ കണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഞാൻ. ഇപ്പം അതൊന്നല്ല കേട്ടോ അവസ്ഥ, പറയാതിരിക്കുക നല്ലത്. ഏതായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ആ മേശപ്പുറത്ത് കാണുന്നത് അലക്കി മടക്കി വെച്ചതാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഴ വരുന്നത് കണ്ടപ്പം ഒക്കെ കൂടെ എടുത്ത് മടക്കി കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ടേബിൾ മേലാണ്, അതൊക്കെ മുകളിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ആ ടേബിൾ മേലോട് വെച്ചതാണ്. അപ്പോൾ ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഇതുമുന്നോട് കുറേശ്ശെ കൊണ്ടുവെപ്പിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കുറച്ച് വത്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചത് ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ ഇതിൽ കണ്ടില്ല, ഞാൻ മുട്ട ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ മുട്ടയും കഴിക്കും ഈ ബ്രെഡും കഴിക്കും. അപ്പോൾ ഞാൻ മുട്ട വേണ്ടെന്ന് വെച്ചിട്ട് ബ്രെഡ് ഇതായി കാണുന്ന ഒരു ബ്രെഡ് എടുത്തു. പിന്നെ 2 ഈത്തപ്പഴവും കുറച്ച് നട്ട്സും എടുത്തു. കുറച്ച് നമ്മുടെ വത്തക്കല്ലേ അതും കുറച്ച് കട്ട് ചെയ്തത് എടുത്തു. വത്തക്ക ഞാൻ കാണുന്നത് മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് മീൻ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പീസും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മടി കാരണം നീനുട്ടിയാണെങ്കിൽ കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചപ്പോൾ പിന്നെ അവിടെ പോയി വീണ്ടും പാത്രം കഴുകാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാതെ വെള്ളം മാത്രം കുടിച്ച് അങ്ങോട്ട് പോകുന്നു കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഇതാണ് നാരങ്ങ വെള്ളത്തിൽ ഇപ്പിട്ടിട്ടുള്ള ഈ ഒരു സംഭവം, ഈ ഒരു കോപ്പാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുടുവെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ. ഇതിലും കുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെയല്ലേ കുറക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പകലൊന്നും കഴിക്കുന്നില്ല, വിശന്ന് വരുമ്പോൾ നമ്മൾ ഇതെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം അതാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ നീനുൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട്. കാരണം അതുവരെ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കല്ലേ, പിന്നെ അവളെ പാത്രം കഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ക്ഷീണിച്ച ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി പോയി കിടക്കുക, ഇതൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.